കലൂർ സ്റ്റേഡിയം നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാതെ സ്പോൺസർ കരാർ ലംഘിച്ചു. സ്റ്റേഡിയത്തിനകത്തും പുറത്തുമുള്ള നിരവധി നിർമ്മാണ ജോലികൾ പാതി വഴിയിലാണ്. മത്സരം നടത്താനാകാത്ത സ്ഥിതിയിലാണ് സ്റ്റേഡിയം GCDAയെ സ്പോൺസർ തിരിച്ചേൽപ്പിക്കുന്നത്. നവീകരണം പൂർത്തിയാക്കി നവംബർ 30-ന്, അതായത് നാളെ, സ്റ്റേഡിയം കൈമാറുമെന്നായിരുന്നു സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞിരുന്നത്. എനിക്ക് 30-ാം തീയതിക്ക് ശേഷം സ്റ്റേഡിയമേ വേണ്ട. KF-ന് ഒരു മാസത്തേക്കാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അതായത് നവംബർ 30-ാം തീയതിയാണ് GC ഹാൻഡ് ഓവർ ചെയ്തത്. SKF അത് കളി നടത്താൻ വേണ്ടി അതിന് അപ്ഡേഷൻ ചെയ്യാണ്ട് എന്നെ ഒരു മാസത്തേക്ക് നവംബർ 30-ാം തീയതി ഏൽപ്പിച്ചു. ആ 30-ാം തീയതിക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഈ വർക്ക് തീർത്തിട്ട് സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യും. സർക്കാരിന് സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി. ഞാൻ പറഞ്ഞ് നവംബറിൽ അപ്രൂവൽ എടുത്ത് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു. ത്രികക്ഷി കരാറിലൂടെ സ്പോൺസർമാർ ഈ സ്റ്റേഡിയം നിർമ്മാണാവകാശം കൈക്കലാക്കിയത്. 70 കോടി രൂപ മുടക്കി നവംബർ 30-ാം തീയതി സ്റ്റേഡിയത്തിൻ്റെ പണി മുഴുവൻ പൂർത്തീകരിച്ച് തിരികെ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നവംബർ 29-ാം തീയതിയാണ്. നാളെയാണ് സ്റ്റേഡിയം കൈമാറേണ്ട കരാർ പ്രകാരമുള്ള അവസാന തീയതി. ഇതിൻ്റെ മുൻപിൽ എൻട്രൻസിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ എൻട്രൻസിൻ്റെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തരത്തിലും ഈ പണി ഒന്നും ആയിട്ടില്ല. ഈ പണി പൂർത്തിയാകില്ല എന്നത് സ്പോൺസർക്കും ഇത് നൽകിയ GCDAയ്ക്കും ഇതിന് മധ്യസ്ഥം വഹിച്ച സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ഒക്കെ തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഒരു തരത്തിലും ഈ പണി പൂർത്തീകരിക്കാനായിട്ടില്ല. ഇവിടെ പല സ്ഥലത്തും ഈ സ്റ്റേഡിയത്തിന് ചുറ്റുമതിൽ കെട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ചുറ്റുമതിൽ കെട്ടാൻ ഒരു തരത്തിലും സാധിച്ചിട്ടില്ല. ഇതിൻ്റെ മുൻവശത്ത് മാത്രമാണ് ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ളത്. ആ ചുറ്റുമതിലിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ട് പണി ആരംഭിച്ചിട്ട് കൂടിയില്ല എന്ന് തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എൻട്രൻസിലേക്കുള്ള പാതയിൽ തന്നെയുള്ള വഴികൾ, അതിൻ്റെ പണി ഒന്നുമായിട്ടില്ല. നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് പണിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നടന്നത് എന്ന് ചോദിച്ചാൽ അതിന് സ്പോൺസർക്കും ഉത്തരമില്ല, GCDAയ്ക്കും ഉത്തരമില്ല. പക്ഷേ ഇവിടെ 70 കോടി മുടക്കി 30-ാം തീയതി പണി തീർക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നുമായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇത് വീണ്ടും ഈ സ്റ്റേഡിയത്തിൻ്റെ പണി നടത്താനായി വീണ്ടും ഒരു കരാർ ഒപ്പിടാൻ ഒരുങ്ങുന്നു. അല്ലെങ്കിൽ ഇന്ന് സ്റ്റേഡിയം തിരികെ നൽകിയ ശേഷം ഇതിൻ്റെ കരാർ പ്രകാരമുള്ള തീയതി നാളെ അവസാനിക്കും. നാളെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഇന്ന് GCDAയ്ക്ക് സ്റ്റേഡിയം തിരികെ നൽകിയ ശേഷം വീണ്ടും ഒരു സമയം നീട്ടി ചോദിക്കാനാണ് നിലവിൽ സ്പോൺസർ ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പാതി വഴിയിൽ നിർമ്മാണ ജോലികൾ തീർക്കാനായി, പാതി വഴിയിലുള്ള ഈ നിർമ്മാണ ജോലികൾ തീർക്കാനായി GCDAയോട് കൂടുതൽ സമയം ചോദിക്കും. GCDA ആ സമയം അനുവദിക്കുകയും ചെയ്യും. അർജന്റീന വരില്ലെന്ന് തന്നെ വ്യക്തമായതോടെ സ്റ്റേഡിയം നവീകരണ ജോലികൾ ഈ സ്പോൺസർമാർ അല്ലെങ്കിൽ ഇവിടെ വലിയ തോതിൽ മന്ദഗതിയിലായിരുന്നു. ഈ വശത്ത് ഒരു വശത്ത് പാർക്കിംഗ് സ്പേസ് ഒന്നുമായിട്ടില്ല. ഈ അപ്പുറത്തെ വശത്ത് അവിടെയും പാർക്കിംഗ് സ്പേസ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമതിൽ കെട്ടാൻ ഇതുവരെ പൂർണ്ണമായി കെട്ടാൻ സാധിച്ചില്ല. മുൻവശത്ത് മാത്രം, ബാക്കി 70% ചുറ്റുമതിലും നിൽക്കുകയാണ്. സ്പോൺസർ കരാർ ലംഘിച്ചു എന്ന് തന്നെ വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിലാണ് ഇവിടെ ഈ പണികൾ മുന്നോട്ട് പോകുന്നത്. സ്റ്റേഡിയം GCDA ഇപ്പോൾ നിലവിൽ ഇന്ന് തിരിച്ചേൽപ്പിക്കുന്നത് ഒരു തരത്തിലും മത്സരം നടത്താനാവാത്ത ഒരു സ്ഥിതിയിലാണ്. GCDA ഇതിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. ഈ സ്റ്റേഡിയം സ്പോൺസർമാർക്ക് കൊടുക്കാനൊക്കെയായി സ്റ്റേഡിയത്തിനകത്തും പുറത്തുമുള്ള നിരവധി നിർമ്മാണ ജോലികൾ പാതി വഴിയിലാണ്. സ്റ്റേഡിയം പൂർത്തിയാക്കി 30-ാം തീയതി നൽകുമെന്നായിരുന്നു നേരത്തെ ഈ സ്പോൺസറായ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞിരുന്നത്. ഇനി ഈ സ്റ്റേഡിയത്തിനകത്തെ പണി അതും ഒരു പകുതി പോലും എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. സ്റ്റേഡിയത്തിനകത്തേക്ക് കടന്ന് ഇതിൻ്റെ പണി എത്രത്തോളമായി എന്ന് ദൃശ്യങ്ങൾ പകർത്താൻ തൽക്കാലം മറ്റ് മാധ്യമങ്ങളെ ഈ സ്പോൺസർമാർ അനുവദിക്കുന്നില്ല. പക്ഷേ ഈ ടണലിൻ്റെ പണി ഒന്നുമായിട്ടില്ല. ടണലിൻ്റെ പണിയാണ് ഏറ്റവും അധികം സമയമെടുക്കുന്നത്. ടണലിൻ്റെ പണി ഒന്നുമായിട്ടില്ല. സീറ്റുകൾ പൂർണ്ണമായി മാറ്റിയിട്ടില്ല. തുടക്കത്തിൽ കുറേയേറെ സീറ്റുകൾ മാറ്റിയിരുന്നു. പക്ഷേ പിന്നീട് ആ സീറ്റുകൾ മാറ്റുന്ന ജോലി മന്ദഗതിയിലായി. പുറത്തെയും അകത്തെയും പെയിൻറ് മൊത്തത്തിൽ മുഴുവനായി മാറ്റുന്നുവെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. മുൻപുണ്ടായിരുന്ന പെയിൻറ് തന്നെയാണ് ഇപ്പോഴും ഈ സ്റ്റേഡിയത്തിലുള്ളത്. ഈ സ്റ്റേഡിയത്തിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളടക്കം മാറ്റാൻ സാധിച്ചില്ല. ഫ്ലഡ് ലൈറ്റുകളുടെ പണി അത് പൂർണ്ണമായിട്ടില്ല. ഫ്ലഡ് ലൈറ്റുകളുടെ പണി പൂർണ്ണമായും മാറ്റാൻ ഇനിയും സമയമെടുക്കും. ഇതിൻ്റെ റൂഫിൻ്റെ പണിയും കുറച്ചധികം സമയം കൂടി എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി പണികൾ, ഇനി ഒരുപാട് പണികൾ 70 കോടി മുടക്കി 30-ാം തീയതി മാറ്റി നൽകുമെന്നായിരുന്നു. സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെയായിരുന്നു ഈ കരാർ ഉണ്ടായിരുന്നത്. 30-ാം തീയതി പൂർണ്ണമായും പണികൾ നടത്തി പണികൾ പൂർത്തിയാക്കി സ്റ്റേഡിയം തിരികെ നൽകുമെന്നായിരുന്നു സ്പോൺസർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ മെസ്സി വരില്ല എന്നുറപ്പായതോടുകൂടെ പണി മന്ദഗതിയിലാക്കി. ഇനി ഇങ്ങനെ സമയം നീട്ടി ചോദിക്കാനാണ് സ്പോൺസറും നിലവിൽ ആലോചിക്കുന്നത്. സമയം നീട്ടി നൽകാമെന്നാണ് GCDAയും ആലോചിക്കുന്നത്. ഏതായാലും വ്യക്തമായ ഒരു കരാർ ലംഘനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. വിബി തടത്തുലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.